ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ഒന്നല്ല, പല വാക്യമുണ്ട്. ദൈവം ക്രിസ്തുവേശുവിൽ ലോകത്തെ തന്നോട് തന്നെ നിരപ്പിച്ചു. നിരപ്പിൻ്റെ ആവശ്യം ലോകത്തിൽ വന്നു. ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി ഓരോ വ്യക്തിയെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും ദൈവമാക്കി അവയെ പിന്തുടർന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ലോകത്തിന് ദൈവം നഷ്ടപ്പെട്ടു. ദൈവം ലോകത്തിൽ ധന്യമായില്ല, എന്നാൽ അവർക്ക് ദൈവം നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവം നഷ്ടപ്പെട്ടതായ ലോകത്തെ ദൈവത്തിലേക്ക് തിരിച്ച് ചേർക്കുന്നതിനായിട്ടാണ് ദൈവം മനുഷ്യനായി ക്രിസ്തുയേശുവിൽ അവതരിച്ചത്. ഇത് ലോകത്തെ നിരപ്പിക്കുന്നതിനാണ്. നഷ്ടപ്പെട്ടു പോയത് ലോകമാണ്. അതുകൊണ്ട് സഭയുടെ ഐക്യം മാത്രമല്ല, എവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് സൃഷ്ടി അന്യമായോ ആ സൃഷ്ടിയിലൊക്കെ തിരിച്ചു വരവാണ്. ഇക്യൂമെനിസം എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടി ദൈവത്തിലേക്കുള്ളൊരു തിരിച്ചു വരവാണ്. അതുകൊണ്ട് യോഗങ്ങൾ കൂടി സഭകൾ കൂടി ഒന്നും അല്ല, മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും. രണ്ടാമതായിട്ട് ദൈവത്തോടുകൂടെ ചേർന്ന മനുഷ്യൻ ദൈവത്തോടുകൂടെ ലോകത്തിലേക്ക് പോകണം. ഏതു പ്രകാരം യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു, അതുപോലെ മനുഷ്യൻ ദൈവത്തോടുകൂടെ സഭയുടെ ഉള്ളിൽ, സഭയുടെ നിന്ന് സഭ ലോകത്തിന് വേണ്ടിയാണെന്നുള്ള ബോധത്തോടുകൂടെ സഭയെ ലോകോന്മുഖമായിട്ടുള്ള പ്രവർത്തനത്തിന് സജ്ജമാക്കണം. അതിനാൽ ഇക്യൂമെനിസം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തോടുകൂടെയുള്ള നമ്മുടെ കൂട്ടുപ്രവർത്തനത്തിനാണ് ഇക്യൂമെനിസം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം കൂടെ കൂടിയുള്ള ആലോചനയല്ല. നമുക്കറിയാം, ഇന്ന് സഭകളൊക്കെ തമ്മിൽ യോജിപ്പിനെന്നും ഒക്കെ പറഞ്ഞ് വേൾഡ് കൗൺസിൽ എന്തെല്ലാം മീറ്റിംഗ് നടത്തുന്നു. നടത്തിയാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് പോയതിനേക്കാൾ കുഴപ്പത്തിലാണ് കിടക്കുന്നത്. ഇപ്പം തന്നെ ഈ മാരാമൺ കൺവെൻഷൻ ഇവിടെയൊക്കെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എന്തു വലിയ സ്നേഹത്തിലായിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ കസേര ഇരിക്കുന്നവരെ ഇപ്പം കണ്ടാൽ അങ്ങനെ. എന്നാൽ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി എന്നാണെന്ന് നിങ്ങളിപ്പോൾ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിലോട്ട് സഭകളുടെ ഒരു വലിയ തിരിച്ചുവരവ്, ദൈവത്തിൻ്റെ ആധിപത്യം, ഇവിടെ ദൈവരാജ്യത്തെ പറ്റി, അതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അവിടെ വന്നത് കൊണ്ടായില്ല, ലോകത്തിനു വേണ്ടിയാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തോടുകൂടെ ലോകത്തിൽ പോകണം. ഇന്ന് നമ്മളെല്ലാം ലോകത്തിലുണ്ട്, അവിടെ ദൈവത്തോടുകൂടെ അല്ല പോകുന്നത്, മറ്റോരോ താല്പര്യങ്ങളോടുകൂടിയാണ്. ഇന്ന് ലോകത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ദൈവത്തെ കൂടാതെ ലോകത്തിൽ പ്രവേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂലമാണ്. ആ ദൈവത്തെ കൂടാതെ പ്രവേശിക്കുമ്പോൾ പരിമിതമായിട്ടുള്ള ദർശനത്തിലാണ്. ഈ അടുത്ത സമയത്ത് ഈ സ്പേസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, നമ്മൾ അങ്ങ് സ്പേസിൽ ഇപ്പോഴത്തെ അതിൻ്റെ അകത്ത് പോയി അവിടെ ചെന്ന് ലോകത്തോട്ട് നോക്കിയാൽ മാരാമണ്ണില്ല, തിരുവല്ല ഇല്ല, തൃശ്ശൂരില്ല, ലോകമേ ഉള്ളൂ. അങ്ങ് ഉയരത്തിൽ ചെന്ന് സ്പേസിൽ ചെന്ന് താഴോട്ട് നോക്കിയാൽ ഇപ്പോൾ വലിയ ആളാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ തൃശ്ശൂരെ പിതാവൊന്നും ഇല്ല. ഇപ്പം
അറിയപ്പെടുന്ന ബിഷപ്പന്മാരുടെ കൂട്ടത്തിൽ യുവാവും അറിയപ്പെടുന്ന ബിഷപ്പന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഉന്നത സ്ഥാനവും ഉള്ളതായ നമ്മുടെ ക്ലിമ്മിസ് തിരുമേനി തിരുവല്ലായിനേക്കാൾ ഉന്നതമാണെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സ്പേസുകാർ പറയും തിരുമേനിയുമില്ല തിരുവനന്തപുരവും. നാം ദൈവത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഇന്നത്തെ പരിമിതമായിട്ടുള്ളതിൽ നിന്ന് ഉന്നതമായതിലേക്ക് ചേരുമ്പോൾ നമ്മെ ചുരുക്കുന്നതായ താല്പര്യങ്ങൾ മാറിയിട്ട് വിശാലതയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് മോക്ഷം, സ്വർഗം എന്നൊക്കെ പറയും. ആ വിശാലതയിലേക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സഭകളും വ്യക്തികളും ദൈവത്തിലേക്ക് തിരിച്ചു വരും. ഇന്നത്തെ പ്രശ്നം നാം വരാത്തത് കൊണ്ട്. 2, ഈ ദൈവത്തോടുകൂടെ നാം ലോകത്തിലേക്ക് പോകണം. ഈ 2 വലിയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് ദൈവം നമ്മെ വിളിക്കും. ഇന്ന് നമ്മുടെ തൃശ്ശൂര് നിയുക്തി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് തിരുമേനി പറഞ്ഞു, നമുക്ക് ക്രിസോസ്റ്റൻ തിരുമേനിയുടെ നവതിക്ക് അദ്ദേഹത്തിനും കൂടെ കൂട്ടുകൂടും. നല്ല ആഗ്രഹമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വീട് പണിയിൽ കത്തോലിക്ക സഭ മാർത്തോമായടി വിശ്വാസത്തിൻ്റെ കഥയിൽ വീട് പണിയിൽ കത്തോലിക്ക സഭ ഇതിൽ പങ്കെടുക്കാം. എന്നാൽ ഞങ്ങളോട് തിരിച്ച് വിശ്വാസത്തിൽ അങ്ങോട്ട് ചേരണമെന്ന് പറയുന്നു. വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കണം. വീട് പണിയിൽ മാർത്തോമാക്കാരുടെ കൂടെ കൂടി അതല്ല. ഇവിടെ പറഞ്ഞ ഒരു സംഗതി, ഇന്ന് യേശു ക്രിസ്തു എന്ത് ലോകത്തിൽ ചെയ്യും, അതിൽ യേശു ക്രിസ്തുവിലാണ് നാം ആയെങ്കിൽ നാം എല്ലാം ഇഷ്ടമുണ്ടെങ്കിലും ഒന്നായിത്തീരും. അതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഇത്രയും നേരം നല്ല പ്രസംഗങ്ങളായിരുന്നെങ്കിലും നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്നവർ ഉറങ്ങിയില്ല. പുറകെ ഇരിക്കുന്നവർക്ക് എന്തോ ഭവിച്ചെന്നിട്ടിരുന്നാൽ കാണത്തില്ല. ഇവിടെ ഇരുന്നതിൽ എനിക്ക് നിങ്ങളെ വലിയ ബഹുമാനമാണ്. എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഇത്രയും പേര് ഈ പറഞ്ഞതെല്ലാം കേട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ എന്താ ഭവിക്കാൻ പോകുന്നത്? സുനാമിയേക്കാൾ വലിയൊരു അനുഗ്രഹം, സുനാമി നാശം. ഇന്ന് നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രവൃത്തിയിലാക്കാൻ ശ്രമിച്ചാൽ, ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ വേണമെന്ന്, അത് ഈ പന്തലിൽ നിറങ്ങുമ്പോഴും മനസ്സിൽ നിന്നാൽ ഒരു പുതിയ കേരളം നമുക്ക് സൃഷ്ടിപ്പാൻ സാധിക്കും. ഈ മീറ്റിംഗ് അതിൽ നമുക്ക് സഹായിക്കട്ടെ. ഇന്നിവിടെ വളരെ ശ്രദ്ധേയമായതും വേദപുസ്തക അടിസ്ഥാനമായതും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച പിതാക്കന്മാരോട് മാർത്തോമാ സഭയ്ക്കും വന്നുകൂടിയിരിക്കുന്ന ജനങ്ങൾക്കുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പിതാവാകും, അവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാവാകും, അവിടുന്ന് ഞങ്ങളുടെ പ്രത്യാശയാകും, അവിടുന്ന് ഞങ്ങളുടെ അനുഗ്രഹമാകും. അങ്ങയിലേക്ക് അടിയങ്ങൾ കണ്ണുയർത്തും. ഞങ്ങളെ നശിപ്പിക്കുന്ന എന്തെല്ലാം ഇന്ന് ലോകത്തിലുണ്ട്, അതൊന്നും ഞങ്ങളെ നശിപ്പിക്കാതെ ലോകത്തെ കീഴടക്കി സ്വർഗരാജ്യത്തിൻ്റെ മഹിമയെ സ്ഥാപിച്ച അവിടുത്തെ കൂടിയുള്ള ജീവിതത്തിൽ ഞങ്ങളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നിത്യജീവൻ്റെ അനുഭവക്കാരായി ലോകത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഐക്യതയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ദിവ്യ സമാധാനത്താൽ
ഈ ലോകത്തെ ആശീർവദിക്കുകയും ചെയ്യട്ടെ.